നമ്മുടെ ആനിനെ പറ്റി ഒരു വിവരമല്ലല്ലോ. അതിന് നിങ്ങളിപ്പോ കാണാറില്ലല്ലോ. അല്ല, ഓൺലൈനിലൊക്കെ നമ്മുടെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി സ്റ്റോറി ഉണ്ടാണ്. ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്ന് ഡേവി, അവള് വല്ല ബ്രേക്ക് എടുത്തായിരിക്കും. വേണമെങ്കിൽ നാളെ ഞാൻ ഒന്ന് അന്വേഷിച്ച് വിളിച്ച് പറയാം. അല്ല, ഇപ്പൊ പടമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ആ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല പനി ചേട്ടാ, പനി. ഹലോ. സോറി ഈ സമയത്ത് വിളിച്ചതിന്. ഒന്ന് വീടിന്റെ പുറത്തേക്ക് വരാമോ? എന്താ? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. എന്താ കാര്യം? പറയാം, വാ. ഹലോ ഹലോ. ആരാ ഏട്ടാടെ സിനിമ ഉണ്ടല്ലോ പക്ക, അതിന് അതേ അവസ്ഥയാണ്. അതേ സ്ഥലം, അതേ അവസ്ഥ. അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിളിച്ചാണ്. ഏട്ടാ ഈ ഫോൺ എടുക്കുന്നൊന്നും ഞാൻ കരുതിയില്ല. ഹലോ, ആരാ താൻ? തന്റെ പേരെന്താ? ദേ വെറുതെ മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇപ്പൊ എവിടെയുള്ളത്? പകയിലെ നാൻസി ആണെങ്കിൽ എന്റെ ലൈഫിൽ അന്വേഷണേട്ടായി. ഏതായാലും സന്തോഷം എനിക്ക്. അവസാനമായിട്ട് ഏട്ടാടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. I love you, ഏട്ടായി. Too much. Goodbye. ഹലോ. വിളിച്ച ഫോൺ വൃത്തികെട്ടോ. അതേ സ്ഥലം, അതേ അവസ്ഥ. എൻ്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി നീയാണ്, നീ മാത്രം. ഐ ഹേറ്റ് യു നാൻസി, ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. I love you, ഏട്ടായി. Too much. Goodbye. ഒരാപത്തിൽ കൈവിടുന്നറിയില്ല പൈലി കൊണ്ടിരുന്നു. ഇപ്പൊ തന്റെ ഭാവിയാണ് ഞങ്ങൾ എല്ലാവരുടെയും ഭാവി. എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. നീ കാരണം ഞാൻ എത്ര കണ്ടിട്ടുണ്ടോ? എനിക്കിനി സംസാരിക്കാൻ പോലും ആരുമില്ല. അതെന്നെ കുഴപ്പം. ഗുഡ് മോർണിംഗ്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഉള്ളിലെ വെങ്ങലിന്റെ